അൽമായ സ്ഥാനത്തായിരുന്ന വ്യക്തി ഇപ്പോൾ പൗരോഹിത്യ സ്ഥാനത്തേക്ക്, പ്രഥമ സ്ഥാനത്തേക്ക് വിളിച്ചെടുപ്പിച്ചിരിക്കുകയാണ്. പൗരോഹിത്യ പദവിയിലേക്ക് വിളിച്ചെടുപ്പിച്ചിരിക്കുന്ന യാക്കോബിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അനുഗ്രഹീതമായ നൽവരത്തിന് യോഗ്യനാകുവാൻ, ദൈവകൃപ ലഭിക്കുവാൻ, ദൈവാത്മശക്തി ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. ശമ്മാശ പദവിയുടെ പ്രഥമ പടിയിലേക്ക് വരുന്ന ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്വർണ്ണനാവുകാരനായ മാർ ഇഗ്നാത്യോസ് പറയുന്ന പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്ന 1-2 വാചകങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങൾക്ക് നൽകപ്പെട്ട അങ്കി കൂടുതൽ പ്രകാശിക്കുന്നതിനും യജമാനന്റെ ധാരാളമായ പ്രീതി സമ്പാദിക്കുന്നതിനും ഇടയാകട്ടെ. നിങ്ങൾക്ക് നൽകപ്പെട്ട അങ്കി കൂടുതൽ പ്രകാശിക്കുന്നതിനും യജമാനന്റെ ധാരാളമായ പ്രീതി സമ്പാദിക്കുന്നതിനും ഇടയാകട്ടെ. ഒരു പൗരോഹിത്യ പദവിയിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി ആഗ്രഹിക്കേണ്ട കാര്യമാണ്. ലഭിക്കുന്ന സ്വർഗീയമായ കൃപ, അതിൻ്റെ അങ്കി ഓരോ നാൾ കഴിയുന്തോറും പ്രകാശിതമായിരിക്കാൻ തക്കവണ്ണമുള്ള പ്രതിജ്ഞാബദ്ധത ഓരോ വ്യക്തിക്കുമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്രകാരം നാം സമ്പാദിച്ചിരിക്കുന്ന, ദൈവം നൽകിയിരിക്കുന്ന നൽവരം അനുഗ്രഹീതമായി പ്രകാശിപ്പിച്ച് ലോകർക്ക് സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് വിശുദ്ധനായ ഇഗ്നാത്യോസിനെ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ധാരാളമായ ദൈവപ്രീതി സമ്പാദിക്കുവാനും സാധിക്കണം. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കണം. അങ്ങനെ പൗരോഹിത്യത്തിലെ പ്രവേശിക്കുന്ന യാക്കോബിനെ ഓർപ്പിക്കാനുള്ളത്, ആദ്യഘട്ടം മുതൽ തന്നെ ദൈവത്തിന് കൊള്ളാവുന്നവനായി, പ്രകാശപുത്രനായി, ദൈവസന്നിധിയിൽ വിളങ്ങി നല്ല കൃപകൾ സമ്പാദിച്ചുകൊണ്ട് ദൈവത്തെയും മനുഷ്യരെയും പ്രീതിപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കുന്ന ജീവിത സംസ്കാരത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു ശമ്മാസിനെ സംബന്ധിച്ചിടത്തോളം ഓർപ്പിക്കാനായിട്ടുള്ള ചില സംഗതികൾ, വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്ന ചില സംഗതികളുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്ന കാര്യമാണ്, നേരത്തെ ഓർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ശമ്മാസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്നാമത് പറയുന്നത്, ആത്മാവിൽ നിറഞ്ഞവരായിരിക്കണം. പരിശുദ്ധാത്മ നിയന്ത്രണവും നിറവും, പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധമായ കൃപകളും പ്രാപ്തമാക്കുവാൻ തക്കവണ്ണം എപ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലൗകികവും ഭൗതികവുമായ കാര്യങ്ങളിൽ ആമഗ്നരായി തീർന്നുകൊണ്ട് ജീർണാവസ്ഥയിലേക്ക് പോകുവാനായിട്ടല്ല, ദൈവാത്മ ചൈതന്യത്താൽ സ്വാധീനപ്പെട്ട് ദൈവികമായ മൂല്യങ്ങളെ കരുപിടിപ്പിച്ച് ദൈവപ്രകാശമുള്ളവനായി തീരുവാൻ തക്കവണ്ണമാണ് ഓരോ വൈദികരെയും വിളിച്ചിരിക്കുന്നത്. ഈ വൈദിക സ്ഥാനത്തിന്, പ്രഥമ സ്ഥാനത്തെ പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ ആദ്യം മുതൽ തന്നെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയിരുത്തണം. ആത്മനിറവുള്ളവനായി ജീവിപ്പാൻ സാധിക്കണം. അത് നിരന്തരമായ പ്രാർത്ഥനയും ആത്മസംശീഷണമുള്ള ജീവിതവും ആവശ്യമാണ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, ആത്മസംശീഷണത്തിലൂടെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം അനുഗ്രഹീതമായി ലഭ്യമാകുവാൻ തക്കവണ്ണം എപ്പോഴും പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ദൈവാത്മാവ് വരുമ്പോഴുണ്ടാകുന്ന മാറ്റമാണ് ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തേക്കാൾ ഉപരിയായി ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുക എന്നുള്ളത്. ആ ദൈവിക ജ്ഞാനമുള്ളവർക്ക് മാത്രമേ ലോകത്തിന് ദൈവികമായ സന്ദേശം നൽകുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ, ദൈവികമായ വഴി തുറന്നു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ, ദൈവികമായ മാർഗത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവാത്മാ നൽകുന്ന ജ്ഞാനത്തിൽ വളരുവാൻ തക്കവണ്ണം ഇടയാകണം. അതുപോലെ തന്നെ ആവശ്യമായിരിക്കുന്ന നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണം. ഈ ലോക ജീവിതത്തിൽ സാക്ഷ്യമുള്ള ജീവിതം നയിക്കാൻ തക്കവണ്ണം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുമ്പോൾ യേശുക്രിസ്തുവിനെയാണ് സാക്ഷിക്കുന്നത്, ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുവാൻ വേണ്ടി സഭയുടെ എല്ലാവരെയും ഒരുപോലെ വിളിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രത്യേകമായി പുരോഹിതന്മാരെയും ദൈവസാക്ഷ്യത്തിന് വേണ്ടി പ്രത്യേകമായി വിളിച്ചിരിക്കുന്നു. ആ ദൈവിക സാക്ഷ്യം നിർവഹിക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരും ജാഗ്രതയുള്ളവരാകേണ്ടതാണ്. എൻ്റെ ജീവിതത്തിലൂടെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ, ഇപ്പോൾ വട്ടമേൽക്കുന്ന ഈ ദാസൻ്റെ ജീവിതത്തിലൂടെ ദൈവിക സാക്ഷ്യമുള്ള ജീവിതവും പ്രവർത്തനവും അതുപോലെ തന്നെ വചനങ്ങളും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. അവസാനമായി, വിശ്വാസമുള്ളവരായിരിക്കണം. ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിത്വം തീർച്ചയായും സ്വർഗോന്നതകളോളം ഉയർന്ന് പരിലസിക്കും. ദൈവത്തിലുള്ള സമ്പൂർണ്ണമായ സമർപ്പണം, ആ വിശ്വാസം
അത് അനുഗ്രഹീതമായി നിലനിർത്തുമ്പോൾ കൂടുതൽ ദൈവിക മൂല്യങ്ങളിൽ വളരുവാനും ദൈവികമായിരിക്കുന്ന കുറവുകൾ പ്രാപിച്ച് മുന്നേറുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. വിശ്വാസമുള്ള വ്യക്തിയായി തീരുവാൻ തക്കവണ്ണം സാധിക്കേണ്ടതിന് തന്നെ സമർപ്പിക്കുന്ന സന്ദർഭമായി തീരണം. കൂടുതൽ സമർപ്പണത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അങ്ങനെ ആത്മനിറവുള്ളവനായി, ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞവനായി, നല്ല സാക്ഷ്യമുള്ള വ്യക്തിയായി, വിശ്വാസത്തിൻ്റെ വീരഭടനായി ജീവിച്ച് മുന്നേറുവാൻ തക്കവണ്ണമുള്ള കൃപയും ശക്തിയും ദൈവം തന്നെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കും.